ഓരോ തിരഞ്ഞെടുപ്പും ശരിക്കും പറഞ്ഞാൽ നല്ല ഭരണത്തിനായുള്ള ഒരു ഡേറ്റ ശേഖരണമാണ്. ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ, ചിലപ്പോഴൊക്കെ ദേഷ്യം ഇതെല്ലാം വോട്ടിലൂടെയാണ് നമ്മളോട് പറയുന്നത്. ആ ഡേറ്റയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ജനകീയ ഭരണം തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ കേരളത്തിലെ കരുനാഗപ്പള്ളി എന്ന മണ്ഡലത്തിലെ ജനവിധിയെ, അതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക വശങ്ങളെ വളരെ ആഴത്തിലൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഏതൊരു നാട്ടെയും മനസ്സിലാക്കാൻ ആദ്യം അവിടത്തെ മണ്ണിനെയും മനുഷ്യരെയും അറിയണം. കരുനാഗപ്പള്ളിക്ക് അങ്ങനെയുള്ള രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, കടലിനോടെപ്പോഴും മല്ലിട്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരം. അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ തിരമാലകളാണ്. മറ്റേത് ഉൾനാടൻ പ്രദേശങ്ങൾ. അവിടെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണുള്ളത്. ഈ രണ്ട് ലോകങ്ങൾക്കും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക രീതികളുണ്ട്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാതെ കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. ഇനി ഇവിടത്തെ സാമൂഹിക ഘടനയിലേക്ക് നോക്കാം. അത് കുറച്ച് സങ്കീർണമാണ്. ജനസംഖ്യയില് ഭൂരിഭാഗവും, അതായത് ഒരു 66 മുതൽ 75% വരെ ഹിന്ദുക്കളാണ്. തൊട്ടു പിന്നാലെ ഏകദേശം 19 മുതൽ 25% വരെ വരുന്ന മുസ്ലിം സമൂഹമുണ്ട്. ഒരു 6 മുതൽ 9% വരെ ക്രിസ്ത്യൻ സഹോദരങ്ങളും. ഇതിൽ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ ഏകദേശം 8.4% വരും. പക്ഷേ ഇതൊക്കെ വെറും കണക്കുകൾ മാത്രമാണ്. ഈ ഓരോ വിഭാഗത്തിനുള്ളിലും പല ഉൾപ്പിരിവുകളുണ്ട്. അവരുടേതായ സാംസ്കാരിക സ്വത്വങ്ങളുണ്ട്, കാലങ്ങളായി പിന്തുടരുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട്. കരുനാഗപ്പള്ളിയിലെ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ചില സാമൂഹിക ശക്തികളുണ്ട്. SNDP യോഗത്തിന് കീഴിൽ വരുന്ന ഈഴവ സമുദായവും NSS പ്രതിനിധീകരിക്കുന്ന നായർ സമുദായവുമാണ് അതിൽ പ്രധാനം. സുന്നി EK വിഭാഗം മുസ്ലിംകൾ ഇവിടെ വളരെ നിർണായകമായ ഒരു വോട്ട് ബാങ്കാണ്. അതുപോലെ ലത്തീൻ, സീറോ മലബാർ കത്തോലിക്കർക്കും പട്ടികജാതി വിഭാഗങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ മാറ്റിയെഴുതാൻ കഴിയും. ഈ സമുദായങ്ങൾക്കിടയിലെ ബന്ധങ്ങളും നിലപാടുകളും ഓരോ തിരഞ്ഞെടുപ്പിലും നിർണായകമാവാറുണ്ട്. ഈ സാമൂഹിക കണക്കുകൾക്കപ്പുറം സാധാരണക്കാരുടെ ജീവിതം പലതരം സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. തീരദേശ വോർഡുകൾ ചെന്നാൽ കടലെടുക്കുന്ന ഭൂമിയാണ് അവരുടെ പേടിസ്വപ്നം. തുറമുഖങ്ങളോടുള്ള അവഗണന, കുടിവെള്ളത്തിൽ ഉപ്പുകയറുന്നത്, ഇതൊക്കെ അവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു. ഇനി ഉൾനാടുകളിലേക്ക് വന്നാലോ അവിടുത്തെ പ്രശ്നങ്ങൾ വേറെയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ, ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ, ഇതിനെല്ലാം പുറമെയാണ് ഇന്ധനവിലയും സാധനങ്ങളുടെ വിലക്കയറ്റവും. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരികെ വന്നവരുടെ ആശങ്കകളും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടുത്തെ ജനവിധിയിലെ ആ വലിയ മാറ്റം പരിശോധിക്കുന്നത്. 2016 ഒരു ചെറിയ വിജയത്തിൽ നിന്ന് 2021 ഒരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെ സംഭവിച്ചുവെന്ന് പറയാം. എന്തായിരുന്നു ആ മാറ്റം? 2016 നടന്നത് ഒരു ക്ലാസിക് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. LDFന് 43.06% വോട്ട് കിട്ടിയപ്പോൾ UDFന് കിട്ടിയത് 41.97%. അതായത് ജയപരാജയം തീരുമാനിച്ചത് വെറും 1600 പരം വോട്ടുകൾ. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ ഇത് പ്രതീക്ഷിച്ചൊരു ഫലം തന്നെയായിരുന്നു. പക്ഷേ 5 വർഷം കഴിഞ്ഞപ്പോൾ 2021 ആ ചിത്രം തലകീഴായി മറിഞ്ഞു. UDF സ്ഥാനാർത്ഥി നേടിയത് 54.38% എന്ന ഭീമമായ വോട്ട് വിഹിതം. LDFനാവട്ടെ 37.52% വോട്ടുകൾ മാത്രമാണ് നേടാനായത്. മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച ഒരു അസാധാരണ ഫലമായിരുന്നു അത്. ഇതൊരു സാധാരണ ജയമായിരുന്നില്ല. ആ മാറ്റത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഖ്യ മതി: 29,000. 2016 1600 വോട്ടിന്റെ ഭൂരിപക്ഷം 2021 ആയപ്പോഴേക്കും 29,000 വോട്ടുകളുടെ ഒരു വമ്പൻ വിജയമായി മാറി. ഇത് വെറുമൊരു കണക്കിലെ കളിയല്ല, ജനങ്ങൾ നൽകിയ വളരെ വ്യക്തമായൊരു സന്ദേശമാണ്. അപ്പോ നമ്മുടെയെല്ലാം മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: വെറും 5 വർഷം കൊണ്ട് 1600 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം എങ്ങനെയാണ് 29,000 വോട്ടിന്റെ ഒരു കൊടുങ്കാറ്റായി മാറിയത്? എന്താണ് ഈ വലിയ മാറ്റത്തിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ? നമുക്ക് അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നുചെല്ലാം. ഈ ജനവിധിയെ നമുക്കൊന്ന് കീറിമുറിച്ചു പരിശോധിക്കാം. സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന യഥാർത്ഥ സൂചനകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്ക് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വലിയ മാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമല്ല, മറിച്ച് പല ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒന്നാമതായി വിലക്കയറ്റം. അത് ദിവസക്കൂലിക്ക് പോകുന്ന സാധാരണക്കാരന്റെ നടുവൊടിച്ചു. ഇത് ഭരണകക്ഷിക്കെതിരെ ഒരു വികാരമുണ്ടാക്കി. രണ്ടാമത് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർ. അവരുടെ തൊഴിലില്ലായ്മയും ഭാവിയെക്കുറിച്ചുള്ള പേടിയും നിരാശരായ ഒരു വലിയ വിഭാഗത്തെ സൃഷ്ടിച്ചു.
പിന്നെ നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ അത് ജനങ്ങൾ ഒരു അവകാശമായി കണ്ടു തുടങ്ങി. അതുകൊണ്ട് മാത്രം വോട്ട് കിട്ടണമെന്നില്ല. അവർക്ക് പുതിയ പ്രതീക്ഷകൾ, അതായത് നല്ല ജോലിയും മറ്റു കഴിവുകളും ആവശ്യമായിരുന്നു. ഇതിനെല്ലാം പുറമെ ഈഴവ നായർ സമുദായങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിലുണ്ടായ മാറ്റങ്ങളും ഫലത്തെ നിർണായകമായി സ്വാധീനിച്ചു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ വന്ന പരാജയമായിരുന്നു. നോക്കൂ, ശുദ്ധമായ കുടിവെള്ളം കിട്ടാതിരിക്കുന്നത് വെറുമൊരു സൗകര്യത്തിന്റെ പ്രശ്നമല്ല, അതൊരു പൗരന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. പഴയ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളത്തിന് ടാങ്കർ ലോറികളെ കാത്തുനിൽക്കേണ്ടി വന്നപ്പോൾ അത് ഭരണത്തിലുള്ള വിശ്വാസത്തെയാണ് തകർത്തത്. അടുത്ത നിർണായകമായ ഘടകം സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. വിജയിച്ച സ്ഥാനാർത്ഥിയായ CR മഹേഷ് തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്: സ്ഥാനാർത്ഥികളിൽ കമ്മ്യൂണിസ്റ്റ് ഞാനായിരുന്നു. കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ സജീവമായിരുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടു. ഇത് പാർട്ടി രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു അംഗീകാരം നേടിക്കൊടുത്തു. എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരാളായി ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ കാര്യം ഓർക്കേണ്ടത്. ഒരു വോട്ട് എന്നത് വെറുമൊരു മഷിയടയാളമല്ല, അത് വിവരമുള്ള ഒരു പൗരന്റെ ഏറ്റവും ശക്തമായ അഭിപ്രായ പ്രകടനമാണ്. അത് തന്റെ ആത്മാഭിമാനം ആവശ്യപ്പെടാനും അധികാരത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യാനും അവരെക്കൊണ്ട് കണക്ക് പറയിപ്പിക്കാനുമുള്ള ഒരു പൗരന്റെ അവകാശമാണ്. കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ ആ അവകാശം കൃത്യമായി വിനിയോഗിച്ചു. ജനങ്ങളുടെ അതൃപ്തി എവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ളതെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓരോ ഗ്രാമത്തിലെയും ഓരോ വാർഡിലെയും പ്രശ്നങ്ങളെ ഒരു ഭൂപടം പോലെ വരച്ചാൽ നമുക്ക് വളരെ കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ആ ഭൂപടത്തിലേക്ക് നോക്കിയാൽ പ്രശ്നങ്ങളുടെ സ്വഭാവം ഓരോ സ്ഥലത്തും എങ്ങനെ മാറുന്നുവെന്ന് കാണാം. തീരദേശത്ത് പ്രധാന പരാതികൾ കുടിവെള്ളത്തിലെ ഉപ്പുവെള്ളം, ഫിഷിംഗ് ജെട്ടികളോടുള്ള അവഗണന, റേഷൻ കാർഡ് വൈകുന്നത് ഒക്കെയാണ്. എന്നാൽ അവിടെ നിന്ന് ഉൾനാടുകളിലേക്ക് വന്നാലോ, ടാർ ചെയ്യാത്ത റോഡുകൾ, ഭൂമിക്ക് പട്ടയമില്ലാത്ത അവസ്ഥ, സ്കൂളുകളിൽ ടീച്ചർമാരില്ലാത്തത്, അങ്ങനെ പ്രശ്നങ്ങൾ മാറുന്നു. ഓരോ പ്രദേശത്തെയും മുൻഗണനകൾ വ്യത്യസ്തമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പഴയ പ്രശ്നങ്ങൾ മാത്രമല്ല, കാലം മാറിയപ്പോൾ പുതിയ പരാതികളും വന്നു തുടങ്ങി. മോശം ഇന്റർനെറ്റ്, മൊബൈൽ കണക്ടിവിറ്റി, ചെറുപ്പക്കാർക്ക് തൊഴിൽ പരിശീലനം കിട്ടാനുള്ള കേന്ദ്രങ്ങളുടെ കുറവ്, സാമൂഹ്യ പെൻഷനുകൾ വൈകുന്നത്, അംഗൻവാടികൾ ശരിയായി പ്രവർത്തിക്കാത്തത്, ഇതൊക്കെ ഇന്ന് തീരമെന്നോ ഉൾനാടെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളാണ്. ശരി, ഇത്രയും നേരം നമ്മൾ രോഗം എന്താണെന്ന് കണ്ടെത്തി. ഇനി ചികിത്സയിലേക്ക് കടക്കാം. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ, അതിന് കൃത്യമായൊരു പരിഹാരം വേണം. പ്രവർത്തനത്തിനുള്ള ഒരു വ്യക്തമായ രൂപരേഖയിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ അടിസ്ഥാന തത്വം ഗവേണൻസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഭരണമെന്നാൽ ജനങ്ങൾക്കു വേണ്ടി നടത്തുന്ന ഒരു മുതൽമുടക്കാണ്. അതിന്റെ പ്രതിഫലം അവരുടെ വിശ്വാസമാണ്. വോട്ടുകൾക്ക് പിന്നാലെ പോകുന്നതിനു പകരം തൊഴിൽ, നല്ല റോഡുകൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ ജനങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിലൂടെ അവരുടെ വിശ്വാസം നേടിയെടുക്കുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജനങ്ങളുടെ പരാതികൾ അവരുടെ വ്യക്തിഗത വിവരങ്ങളാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ നിയമമനുസരിച്ച് ഈ വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെ സുതാര്യമായി വേണം കൈകാര്യം ചെയ്യാൻ. അതിന്റെ ലക്ഷ്യം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരിക്കണം, അല്ലാതെ അവരെ വോട്ടർമാരായി കണ്ട ലക്ഷ്യം വെക്കരുത്. ഇത് ഉത്തരവാദിത്തമുള്ള ഭരണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ജനങ്ങളുടെ വിശ്വാസം വേഗത്തിൽ തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. പഴയ കുടിവെള്ള പൈപ്പുകൾ ഉടൻ തന്നെ മാറ്റി പുതിയത് സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതി തുടങ്ങുക. 2. തീരദേശ ഹൈവേയുടെയും മത്സ്യബന്ധന തുറമുഖങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കുക. 3. യുവാക്കൾക്കായി ഒരു പുതിയ IT സ്കിൽ സെന്റർ പ്രഖ്യാപിക്കുകയും സ്കൂളുകളുടെ നിലവാരം ഉയർത്തുകയും ചെയ്യുക. ഇവ പെട്ടെന്ന് ജനങ്ങൾക്ക് ഫലം കാണുന്ന കാര്യങ്ങളാണ്. വലിയ പദ്ധതികൾക്കൊപ്പം തന്നെ ഓരോ വിഭാഗം ജനങ്ങളിലേക്കും നേരിട്ടെത്തേണ്ടതുണ്ട്. യുവാക്കൾക്കായി തൊഴിൽമേളകൾ, സ്ത്രീകൾക്കായി സ്വയം തൊഴിൽ പദ്ധതികൾ, കർഷകർക്ക് വിള ഇൻഷുറൻസ് സഹായം, ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർക്ക് പുനരധിവാസ പിന്തുണ, അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടത് നൽകണം. എല്ലാ പൗരന്മാരുടെയും പരാതികൾ കേൾക്കാനും പരിഹാരം കാണാനും ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുന്നത് വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ വിശകലനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് ജനവിധി നേടുന്നതിലേക്കുള്ള യാത്ര ഒരു ഒറ്റത്തവണ പരിപാടിയല്ല, അതൊരു തുടർ പ്രക്രിയയാണ്. ജനങ്ങളെ കേൾക്കുക, അവർക്കുവേണ്ടി പ്രവർത്തിക്കുക, അവരുടെ വിശ്വാസം നേടിയെടുക്കുക, ഇതെപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചക്രമാണ്.
ഒരു ജനവിധി എന്നത് ഒരു വലിയ പരിചയാണ്, സംശയമില്ല. പക്ഷേ അതൊരിക്കലും തകർക്കാൻ പറ്റാത്തൊരു കോട്ടയല്ല. അത് ഓരോ ദിവസവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുതന്നെ നേടിയെടുക്കേണ്ട ഒന്നാണ്. അങ്ങനെയല്ലെങ്കിൽ ഇന്ന് ഒരാളെ ബാധിച്ച ഭരണവിരുദ്ധ വികാരം നാളെ മറ്റൊരാളെയും തേടിയെത്താം. ഇതാണ് കരുനാഗപ്പള്ളി നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-4204-1602. Purpose Beyond Politics.